നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? എൻ്റെ അവസ്ഥ അതിലേറെ കഷ്ടമാണ്. ഞാൻ ഒരു ജോലി നോക്കുന്നുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ പതുക്കെ തിരിച്ചു തരാം. ഇതൊക്കെ എപ്പോൾ നടക്കാനാ മോളെ? 25,000 കൊടുത്തിട്ട് 8 മാസമായി. അവനിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്ന ആരെയും വിചാരിച്ച? നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്കും വിഷമമുണ്ട്. ഞാനിപ്പോൾ വേറൊരാളുടെ അടുത്ത് വാങ്ങിയിട്ടാണ് അവന് പൈസ കൊടുത്തത്. അവന് പലിശയൊന്നും വേണ്ട, മുതൽ മാത്രം മതി എന്നാണ് പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, വിനോദിൻ്റെ അനിയനുണ്ടല്ലോ, അവനോട് വാങ്ങിച്ചു കൊണ്ട്. മോഹനേട്ടാ, ഭർത്താവ് മരിച്ചിട്ടും ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഗതികേട് കൊണ്ടാ. ഇപ്പം തന്നെ എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കുന്നത് അവനാ. അതിനിടയ്ക്കൂടെ അവൻ അത്ര വലിയ ശമ്പളമൊന്നും ഇല്ലേട്ടാ. നിങ്ങൾ കുറച്ച് മാസം എന്താ, ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. മോളെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവന് കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും ഞാൻ അവനോട് കുറച്ച് അവധി ചോദിച്ചോട്ടെ, അവന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അമ്മ പാറു എപ്പോഴാ വരുന്ന? ആരോന് പ്ലേ സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ട് മോനെ, അതൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ വരുള്ളൂ. പാറുണ്ട് മാത്രം വലിയ കുളി വിടുന്നു, കുഞ്ഞിന്റെ എന്തുകൊണ്ട് അങ്കടവാടി വിടുന്നു? നമുക്ക് അത്രയൊന്നും പൈസ ഇല്ലല്ലോ മോനെ. ചെറിയച്ഛൻ്റെ അടുത്ത് പരിയെത്താ പാറുണ്ട കൂലുണ്ട ചേർത്താൻ കുഞ്ഞുണ്ട. ചെറിയച്ഛന് അത്ര വലിയ ശമ്പളമൊന്നും ഇല്ലല്ലോ മോനെ. ഇപ്പൊ തന്നെ ഒരുപാട് പൈസ നമുക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്. പിന്നെ എത്ര ചെറിയ സ്കൂളിൽ പഠിച്ചാലും പഠിക്കേണ്ട കുട്ടികൾ നന്നായി പഠിക്കും. മോനിപ്പോ എല്ലാം അറിയുന്നില്ലേ? അത് മതിയേട്ടാ.